നന്മ 24 എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തൃക്കാക്കര നഗരസഭയുടെ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ക്ഷേമ പ്രവർത്തനവും വികസന പ്രവർത്തനവും നടന്നത് നഗരസഭയുടെ 11ാം ഡിവിഷനിലാണ് എന്ന് നഗരസഭാ അധ്യക്ഷ രാധാമണി പിള്ള. നഗരസഭയുടെ 11ാം ഡിവിഷനിലെ നവീകരിച്ച ആഞ്ഞിക്കാത്ത് റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നഗരസഭാ അധ്യക്ഷ. ഇപ്പോൾ എമ്മോ വന്നതിന് ശേഷം ഇപ്പം അന്നക്കാത്തായാലും ആനിക്കാത്ത്, ഇനി അത്തിക്കാലിപ്പാലം, എം പിയുടെ ആയാലും എം എൽ എയുടെ എല്ലാവരുടെ അടുക്കലും ചോദിച്ച് വാങ്ങിച്ച് 2 അംഗൻവാടികൾ, മഹിളാ സമാജം, ഇനി അതുപോലെ തന്നെ ഡ്രീം വില്ല, ഇനി ഒരു വീടും കൂടെ വരാൻ പോകണം. അങ്ങനെ 18 വീടുകൾ. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഏത് കൗൺസിലർമാരോട് ചോദിച്ചിട്ടായാലും വേണ്ടില്ല 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ വാങ്ങിച്ച്, എനിക്ക് തോന്നുന്നു പ്ലാൻ ഫണ്ടിൽ 6 കൗൺസിലർമാരോടും കണ്ടും 6 ലക്ഷം 7 ലക്ഷം മേടിച്ചിട്ടാണ് ഈ വാർഡുകളിൽ ഓരോ വർക്ക് ചെയ്യണത്. പക്ഷേ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തേക്കുന്ന ഒരു വാർഡ് 11ാം വാർഡാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവായിരിക്കും. ഇപ്പോൾ എൻ്റെ ഇരുവശങ്ങളിലുമായി കാണാം ഈ റോഡ് എത്രത്തോളം മനോഹരമായി, അതുപോലെ തന്നെ എത്രത്തോളം ഉറപ്പേറി, അതുപോലെ തന്നെ സൈഡിൽ കൈവരികളൊക്കെ സ്ഥാപിച്ചു നല്ല ഉയരത്തിലാണ് ഈ ഒരു നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഈ റോഡിൽ നിരവധി ഓരോ പ്രാവശ്യവും മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ടാണ്. ഇതോട് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു. അങ്ങനെ കിടന്നിരുന്ന ഒരു റോഡാണ് നവീകരിച്ച് ഇത്രത്തോളം ഹൈറ്റിൽ, ഇത്രത്തോളം ഉറപ്പോടെ നിർമ്മിച്ചിട്ടുള്ളത്. സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് നിലംപതിഞ്ഞ മുകൾ ഭാഗത്തേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡ്. മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ മൾട്ടിപ്ലക്സ് തിയേറ്റർ വരുന്നതും ഈ റോഡ് കയറി ചെല്ലുന്ന ഭാഗത്താണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ട്രാഫിക് കുരുക്ക് ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഈ ഒരു റോഡ് ഇത്രയും വീതി കൂട്ടി നിർമ്മിച്ചതോടെ ഈ ഒരു ട്രാഫിക് കുരുക്കിന് ഒരു പരിഹാരവുമാകും. അതുപോലെ തന്നെ ഇവിടെ 4.5 മീറ്ററാണ് നിലവിലെ വീതി ഉണ്ടായിരുന്നത്. അത് 7 മീറ്ററോളം ആക്കാനായിട്ട് സാധിച്ചു. അത് കൗൺസിലറുടെ കൃത്യമായിട്ടുള്ള ഇടപെടലാണ്. അതുപോലെ തന്നെ ഇരു സൈഡിലുമുള്ള പ്ലോട്ട് ഉടമകൾ സഹകരിച്ചതുകൊണ്ടുമാണ് ഈ 7 മീറ്ററോളം നമുക്ക് വീതി കൂട്ടാനായിട്ട് സാധിച്ചത്. ഏതായാലും വളരെ കാര്യക്ഷമമായ പ്രവർത്തനമാണ് നഗരസഭാ കൗൺസിലർ എം.ഒ. വർഗീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ജീർണിച്ച് ഇടിഞ്ഞു വീഴാറായ ലക്ഷം വീട് കോളനി അത് നവീകരിച്ച് 17 വീട്ടുകാർക്ക് ഡ്രീം വില്ല എന്ന പേരിൽ നല്ല ഭവനങ്ങൾ നിർമ്മിച്ചു. അതുകൂടാതെ മറ്റ് ഒരു വീട് കൂടി നിർമ്മിക്കുന്നു. അങ്ങനെ 18 വീട്, അതുപോലെ തന്നെ അംഗൻവാടി, അതുപോലെ മറ്റ് ബ്രിഡ്ജുകൾ, ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ കൃത്യമായി തന്നെ നോക്കി നടപ്പാക്കാനും ഇതിനു വേണ്ട ഫണ്ട് സ്വരൂപിക്കുന്നതിനൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. പലരോടും ചോദിച്ച് മേടിച്ച് അവരവരുടെ വാർഡിലൊക്കെ വർക്കുണ്ടാകും. പക്ഷേ പടിഞ്ഞാറ് ഭാഗങ്ങളിലൊന്നും ഇത്രയും ദുരിതങ്ങളും ഇതുപോലെ വർക്കുകളും ഇല്ല, ഇത്ര റോഡുകളൊന്നുമില്ല അവിടെയൊന്നും. അവിടെയൊക്കെ സമനിരപ്പായ സ്ഥലങ്ങളായതുകൊണ്ട് ഇത്രയും ഫണ്ടൊന്നും അവിടെ വേണ്ട. അതെല്ലാം ചോദിച്ച് വാങ്ങിച്ച് ഈ വാർഡിൽ വർക്കുകളാക്കി അതിമനോഹരമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഒരു റോഡ് തന്നെ എത്ര അതിമനോഹരമാക്കിയാണ് വെച്ചിരിക്കുന്നത്. യാത്രാ ദുരിതമൊക്കെ മാറി നല്ല ഭംഗിയായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ നിലംപതിഞ്ഞി മോളെന്ന് പറയുമ്പം ഒരു 2 കോളനിയും ഒരു 3 സെൻറ്റ് കോളനിയും ഇതൊക്കെയാണ് ഇവിടെ ആകെ എടുത്തു പറയാനുണ്ടായിരുന്നത്. ഇന്ന് അതൊക്കെ പോയിട്ട് ഫ്ലാറ്റും ഡ്രീം വില്ല, രാജഗിരി, സിനിമാ തിയേറ്റർ, ബാറ് എന്ന് വേണ്ട ഇതിനകത്തിന് എന്താ വരാനുള്ളത്. ഇപ്പം എല്ലാം അതിമനോഹരമായ നമ്മുടെ ടൗൺ പോലെയാണ്. മികച്ച രീതിയിൽ ഈ വാർഡിൽ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. നഗരസഭയിൽ തന്നെ ഏറ്റവും മിടുക്കനായ ഒരു കൗൺസിലർ നമ്മുടെ എം ഒ ആണ്. ഈ റോഡ് ഇപ്പോൾ വളരെ, ഞാൻ ഈ വഴിയൊക്കെ എപ്പോഴും പോകാറുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ ഇതിൽ കൂടി വന്നപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥയൊക്കെ എനിക്കറിയാം. ഇപ്പോൾ വളരെ മനോഹരമായി നമുക്ക് നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ഈ വാർഡിൽ കഴിഞ്ഞതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. നഗരസഭാ മുൻ ചെയർപേഴ്സൺ ശ്രീമതി അജിത തങ്കപ്പനും ഇപ്പോഴത്തെ ചെയർപേഴ്സണും ഈ കാര്യത്തിൽ നമ്മളെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ മറ്റ് കൗൺസിലർമാരുടെയും സഹായം നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ലഭ്യമായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതലൊരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 17 വീട്ടുകാർക്ക് ഭവനം ഒരുക്കി, ലക്ഷം വീട് പൊളിച്ച് 17 വീട്ടുകാരുടെ ഭവനം ഒരുക്കി ഡ്രീം വില്ല എന്ന പദ്ധതി നടപ്പിലാക്കിയാണ് ഏറെ സന്തോഷകരമായത്. അതുപോലെ തന്നെ ഈ വാടിപ്പെട്ടിരിക്കുന്ന ഒരു വളരെ പാവപ്പെട്ട ഒരു വിധവയായ ഒരു സ്ത്രീ, ഒരു 6 വയസ്സുള്ള കുട്ടി അടങ്ങുന്ന ഒരു ഓടിട്ട വീട്, ആ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം പണി ആരംഭിച്ച് തറക്കല്ലിട്ടു. ബഹുമാനപ്പെട്ട MP ഐബീഡൻ തറക്കല്ലിട്ട് ആ വീടിൻ്റെ പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തറപ്പക്കം വരെ ആയിരിക്കുകയാണ്. ആഞ്ഞിക്കാത്ത് റോഡായ ഈ റോഡും അതുപോലെ തന്നെ അന്നക്കാത്ത് റോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ റോഡിൽ വെള്ളക്കെട്ടാണ് ഇപ്പോൾ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്.
അത്രമാത്രം രീതിയിൽ ഈ റോഡിൽ എങ്ങനെയെങ്കിലും ഈ നോഹയുടെ കാലത്ത് 40 ദിവസം 40 രാവും 40 പകലും മഴ പെയ്താൽ മാത്രമേ വെള്ളം കയറുള്ളൂ എന്നുള്ള വിശ്വാസം ഇരിക്കണം. കാരണം ഇതിന് 220 മീറ്റർ ലെങ്ത്തിൽ ഈ റോഡിൽ ചെന്നെങ്കിൽ വാള് നിർമ്മിക്കേണ്ടി വന്നു. അങ്ങനെ ഇരുവശവും വാള് നിർമ്മിച്ച് റോഡ് ഒരു 4 മീറ്റർ താഴെ ഉണ്ടായിരുന്ന വീതി ഇന്ന് 7-7.5 മീറ്ററോളം വീതിക്ക് റോഡാക്കുകയും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുവശവും നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അപകടം ഉണ്ടാവാണ്ടിരിക്കുന്നതിന് വേണ്ടി അതിന് കുറ്റികളെല്ലാം സ്ഥാപിച്ച് നല്ല മനോഹരമായിട്ട് റോഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ റോഡിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഇതിൻ്റെ വർക്ക് എടുത്തിരിക്കുന്ന കോൺട്രാക്ടർ ശ്രീ പ്രഭുകുമാറാണ്. അവർ പണിക്കാരെയാണ് ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നത്. കാരണം ഈ മഴക്കാലത്ത് പോലും വെള്ളത്തിൽ ഇത്രമാത്രം രീതിയിൽ നിന്നുകൊണ്ട് ഈ റോഡിൻ്റെ പണി ചെയ്യാനായിട്ട് ഇരുവശവും സൈഡ് വാള് കെട്ടി അതെല്ലാം നിർമ്മിക്കാനായിട്ട് ആ പണിക്കാരും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ടറായ ശ്രീ പ്രഭുകുമാറും ഇതുപോലെ തന്നെ ഇതിൻ്റെ പെയിൻറ്റിങ് ഈ വർക്കുകൾ ചെയ്തിരിക്കുന്ന ശ്രീ സുഭാഷും അവരെ ജീവനക്കാരെല്ലാം ഒരു നിമിഷം ഞാൻ ഓർത്തു പോയി അവരുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഈ ഭാഗത്തുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിന് വീതി കൂട്ടുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ തൊട്ട് മുകളിലുള്ള ഓയിലിലെ അദ്ദേഹവും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ നമ്മുടെ സേതു കോരതെല്ലാം പറഞ്ഞ് ന്യായമായ വീതി എടുത്തോളാൻ പറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് സുന്ദരമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് വീതി കൂട്ടി ചെയ്യാനായിട്ട് കഴിഞ്ഞു. അധികം വൈകാതെ തന്നെ അന്നക്കാത്ത് റോഡും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാറിങ്ങിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കും. അതും ഇതുപോലെ തന്നെ റോഡ് പൊക്കി റോഡിന് വീതി കൂട്ടി തന്നെയാണ് ചെയ്തു വരുന്നത്. ഇത്രമാത്രം രീതിയിൽ ചെയ്ത് ഈ വർക്ക് മനോഹരമാക്കാൻ വേണ്ടി ഇന്ന് ഇത് തുറന്നു കൊടുക്കാനായിട്ട് ഔദ്യോഗികമായിട്ട് തുറന്നു കൊടുക്കുകയാണ്. നിങ്ങളുടെ ചോയ്സ് ഒരിക്കലും തെറ്റിയിട്ടില്ല. നിങ്ങളുടെ ചോയ്സ് 100% സക്സസ് ആണ്. കാരണം എമ്മോ ഒന്നും വ്യക്തി ഞങ്ങൾ കളിയാക്കും എപ്പോഴും. വാർഡിലെ മുനിസിപ്പാലിറ്റിയിലെ ഫണ്ടിൻ്റെ ഒരു 90% കൊണ്ടുപോകണം എമ്മോ എന്ന് പറഞ്ഞ് ഞങ്ങൾ കളിയാക്കും. പക്ഷെ ഒരിക്കലും അദ്ദേഹം എന്താ പറയുക ഈ ഒരു വാർഡിൻ്റെ നന്മയ്ക്കല്ലാതെ പുള്ളി കേസ് സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, ഒന്നും പറയേണ്ട കാര്യമില്ല. എന്നിരുന്നാലും എന്തോ നല്ലൊരു ഞാനും ഇവിടെ നിലമ്പഴിഞ്ഞ് എനിക്കറിയാം. എൻ്റെ ഹസ്ബൻഡ് അമ്മ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വന്ന കാലഘട്ടം എനിക്കറിയാം ഇവിടെ എവിടെയാണ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. എന്തായാലും നല്ല രീതിയിൽ വാർഡിനെ നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ വാർഡിനെ എത്തിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണെന്നോ. ഈ വാർഡിന് അനുസൃതമായ ഒരു കൗൺസിലർ പ്രത്യേകിച്ച് തൃക്കാക്കരയിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കാവുന്ന തലയെടുപ്പോടുള്ള ഒരു കൗൺസിലർ ആയിട്ട് തന്നെ ശ്രീ മോറിസിന് തൻ്റെ ജനപ്രാതിനിധ്യം കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. ഞങ്ങളും എമ്മോവിൻ്റെ പാത തന്നെയാണ് പിന്തുടരുന്നത്. നമ്മുടെ ഇപ്പോൾ ഈ റോഡിനെ സംബന്ധിച്ചുള്ള ഒരു എമൗണ്ട് ശ്രീ മോറിസ് പറഞ്ഞു. ഒരു കൗൺസിലറുടെ കാലഘട്ടത്തിൽ ഒരു 5 വർഷം പൂർത്തീകരിച്ചാൽ പോലും അത് തൻ്റെ ഡിവിഷൻ ഫണ്ടിൽ നിന്ന് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റാത്ത അത്ര ബുദ്ധിമുട്ടേറിയ ഒരു തുകയാണ്. പക്ഷേ അദ്ദേഹം തൻ്റെ നാട്ടുകാരോടും തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വവും വളരെ ക്രിയാത്മകമായി തന്നെ നടപ്പിലാക്കുന്നതിൻ്റെ ഒരു സവിശേഷതയാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് നാളുകളിൽ എന്നും എമ്മോനെ ഓർക്കും. കാരണം വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്കും നമ്മുടെ നാടിൻ്റെ ഉയർച്ചയും ഇതിനൊക്കെ ഒരു എന്തെങ്കിലും എമ്മോനോട് നന്ദി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏറ്റവും കൂടുതൽ ഫണ്ട് കൊണ്ടുവരുന്ന ഒരാളാണ് മോറിസ്. എന്ന് വെച്ചാൽ പുള്ളി എല്ലാവരോടും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എല്ലാ വാർഡിൽ നിന്നും എല്ലാ വാർഡിലേക്ക് കിട്ടാവുന്ന പരമാവധി ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വേണ്ടി എന്നോടൊന്നും കിട്ടുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് കൊടുക്കാനില്ല, നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് തന്നെ ഒന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ 1-2 ആളുകളുടെ ഫണ്ട് കൂടുതൽ എമ്മോന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അത് എമ്മോന്റെ ഒരു പിടിക്കുന്ന കഴിവാണ്. അപ്പോൾ നമ്മൾ ഈ വാർഡിൽ എന്തായാലും വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാശ്ശേരി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 1,00,000 വീട് കോളനി പൊളിച്ച് പണിത് ഡ്രീം വില്ലയാക്കി. പിന്നെ ഇപ്പോൾ മാപ്രാണത്ത് വളരെ സാധുവായ ഒരു സ്ത്രീക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി എൻ്റെ പ്രവർത്തനം തുടങ്ങി. തറപ്പൊക്കം കഴിഞ്ഞു. ഇനിയും കുറേ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കാനുണ്ട്. അടുത്ത റോഡ് ഇപ്പോൾ അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞത്. എന്തായാലും ഈ വാർഡിൽ ഇതുപോലെ നല്ല നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന എമ്മോ വർഗീസിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എമ്മോ സ്വന്തം വാർഡിലേക്ക് എമ്മോടെ മിടുക്ക് തന്നെയാണ് ഒത്തിരി ഏറെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത്. 17 വീട് 18 വീടോളം എമ്മോ വീട് പണിത് കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മൾ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങൾ ഏതായാലും നടത്തിയിട്ടുണ്ട് പല രീതിയിൽ. ഇപ്പോൾ ഡ്രീം വില്ലയുടെ കാര്യം പറഞ്ഞു, അതേപോലെ മറ്റ് വാർഡിലെ വിവിധ റോഡുകൾ ഇതെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.